ഇവിടെ ഞങ്ങൾ തടിച്ചുകൂടിയത് ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനോ ഇസ്ലാമികമായ ഏതെങ്കിലും പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനോ അല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിലാണ് എന്നുറക്കെ പറയാനാണ്, ഭരണഘടനയെ സംരക്ഷിക്കാനാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ്. അപ്പൊ സംഘികൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ മാത്രം എന്തേന്ന്? ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ മാത്രമല്ല, രാജ്യം മുഴുവനും തെരുവിലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിങ്ങൾക്ക് എന്റെ കൂടുതൽ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഗേറ്റിൽ എഴുതി വെക്കപ്പെട്ട 90,000-ൽ പരം ഈ രാജ്യത്തെ ധീര രക്തസാക്ഷികളുടെ പേരെടുത്ത് പരിശോധിച്ചാൽ 60,000-ലധികം ഈ സമുദായത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് ജീവൻ കൊടുത്തവർക്ക് ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മഹത്വം അറിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ പോരാട്ടത്തിന്റെ മുന്നണിയിൽ കാണുന്നു എന്ന് മാത്രം. അല്ലാതെ ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഇത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമല്ല. ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നവും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമൊക്കെ ആക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമവും ബാലിശമാണ്. നമ്മൾ അതിൽ വീണു പോകാൻ പാടില്ല. ഇന്നലെ വരെ നമ്മളായി ജീവിച്ചവർ, ഇന്നലെ വരെ ഒന്നായി ജീവിച്ചവർ, ഇന്ന് ഞങ്ങളും നിങ്ങളും എന്ന രീതിയിൽ രണ്ടായിട്ട് പകുത്തു മാറ്റണം. ഈ രണ്ടായി പകുത്തു മാറ്റുമ്പോഴുള്ള സൗകര്യം എന്താ? മറ്റു വിഷയങ്ങൾ മുഴുവനും അതോടെ ഇല്ലാതായി, മറ്റുള്ള ചർച്ചകൾ ഇല്ലാതായി. സാമ്പത്തിക മാന്യത്തെ പറ്റി ലോകത്തെ സാമ്പത്തിക വിദഗ്ധരും എല്ലാ ഏജൻസികളും പറഞ്ഞ കൃത്യമായ കണക്കുകൾ, അവലോകനങ്ങള്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച, കരുതൽ ധനമെടുത്തിട്ട് വിത്തിന് വെച്ചതുപോലും എടുത്തിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വളരെ ഭയാനകമായ ഒരു കാഴ്ച. ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, അത് ആസൂത്രിതമായ ശ്രമമാണ്. ഈ ശ്രമമാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കണം, സ്വസ്ഥമായി ജീവിച്ച ഒരു നാട് അമേരിക്കയോടൊപ്പം, റഷ്യയോടൊപ്പം, ചൈനയോടൊപ്പം ലോകത്തെ വൻശക്തികളിൽ എണ്ണപ്പെട്ട ഒരു രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യം എത്ര പെട്ടെന്നാണ് തകർന്ന് തരിപ്പണമായത്, എത്ര പെട്ടെന്നാണ് ശൈഥില്യത്തിന്റെ വക്കിലേക്ക് പോയത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ സകലമാന ഖ്യാതിയും നഷ്ടപ്പെട്ടില്ലേ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന ഉന്നതമായ ഒരു മൂല്യത്തെ ലോകത്തെ കാണിച്ച ഒരു ജനത, ആ ജനത ലോകത്തിന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ സംജാതമായി. ഇതിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. ഈ പോരാട്ടം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ചില ആളുകള് ആ രീതിയിൽ ഇതിനെ ഒരു മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ട് ചുരുക്കി കാട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇത് മുസൽമാന്റെ പ്രശ്നമേ അല്ല, മുസൽമാന്റെ പ്രശ്നമേ അല്ല. ഗോൾവാൾക്കറുടെ ഒരു പുസ്തകമുണ്ട്, വി ഓർ അവർ നാഷൻ ഡിഫൈൻഡ്, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നിർവചിക്കപ്പെടുന്നു എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ നമ്മുടെ എനർജി, we don't waste, Hindus don't waste their energy. ഹിന്ദു സമൂഹം അവരുടെ ഊർജം കളയാൻ പാടില്ല. ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരനോട് പോരാടിയിട്ട് പിന്നെന്താ ചെയ്യേണ്ടത്? എനർജി മുഴുവനും എടുത്തു വെക്കണം, ഊർജം സംഭരിച്ചു വെക്കണം. ഇവിടുത്തെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പോരാടാൻ ഒന്നാമത്തെ ശത്രുവാരാ മുസ്ലിങ്ങളാണ്. ഇപ്പോഴുള്ള പടയൊരുക്കം മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ രണ്ടാമത്തെ ശത്രുക്കൾ അവർ പറയുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരാണ്, ക്രൈസ്തവരാണ്. മൂന്നാമത്തെ ശത്രുക്കളാരാ? അത് കമ്മ്യൂണിസ്റ്റുകളാണ്. ഇന്ന് ഒരു സഹോദരി, ഹൈന്ദവ സഹോദരിയുടെ മനോഹരമായ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഹിന്ദു രാഷ്ട്രം വന്നാൽ പിന്നെ നമ്മളെല്ലാം രക്ഷപ്പെട്ടു, നമ്മളെല്ലാം ഹിന്ദുക്കളായി. ഹിന്ദു രാഷ്ട്രം വന്നാൽ പിന്നെ ഇവിടെ ഹിന്ദു ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാകുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യവനും അങ്ങനെ തുടങ്ങി ശൂദ്രനും ഓരോ ജാതിയിൽപ്പെട്ടവർ മാത്രമേ ഈ രാജ്യത്ത് ഉണ്ടാവുകയുള്ളൂ. അധികാരത്തിന് വേണ്ടിയുള്ള സൗകര്യപൂർവമായിട്ടുള്ള കള്ളി വരക്കലുകളാണ് ഇന്ന് നടക്കുന്നത്. ഈ കള്ളികൾക്കകത്ത് നിന്നിട്ട് നിങ്ങൾ പറയുന്ന തിട്ടൂരങ്ങൾക്ക് വഴങ്ങിത്തരാൻ ഈ രാജ്യത്തിന് മനസ്സില്ല. അതാണ് നമ്മൾ പറയേണ്ടത്. നിങ്ങൾ പറയുന്നത് പോലെ മുന്നോട്ട് പോകാൻ രാജ്യം പ്രക്ഷുബ്ധമാവുകയാണ്. ആ പ്രക്ഷുബ്ധതയോടൊപ്പം നമ്മൾക്ക് ഇത്രേ പറയാനുള്ളൂ, മൗനം അപകടകരമാണ് പ്രിയപ്പെട്ടവരെ. മൗനം മരണത്തെക്കാളും ഭയാനകമാണ്. നമ്മൾ മൗനം പാലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ വയലന്റ് ആവണമെന്നല്ല. സൈലന്റ് ആവരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വയലന്റ് ആവണം എന്നല്ല. നമ്മൾ സമാധാനപരമായ മാർഗത്തിൽ ഈ രാജ്യം നമ്മൾക്ക് നൽകുന്ന ചില പ്രത്യേകമായ അവകാശങ്ങളുണ്ട്. ആ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ അത്രേ പറയുന്നുള്ളൂ. ഇനി ഇത് വന്നാൽ അടുത്തത് വരുന്നത് ഏക സിവിൽ കോഡാണ്. അത്രേ
ഏക സിവിൽ കോഡ് അടുത്ത സമ്മേളനത്തിൽ ഏക സിവിൽ കോഡ് പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തോടു കൂടെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് ഈ ഭരണഘടനയെ പറ്റി അറിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം 2000 ആണ്ടിന്റെ തുടക്കം വരെ ഒരു സംഘപരിവാർ ആലയങ്ങളിലും ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക പാറിയിരുന്നില്ല എന്നത് നഗ്നമായ സത്യമാണ്. ഒരു കാലത്തും ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാത്ത, ഒരു കാലത്തും ദേശീയ ഗാനത്തെ മാനിക്കാത്ത, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരുടെ കൂടെ നടന്ന പാരമ്പര്യം പോലും ഇല്ലാത്ത, സമരത്തെ നോക്കി നിന്ന അനുഭവം പോലും ഇല്ലാത്തവർ, നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും വില അറിയില്ല. ഭരണഘടനയുടെ മൂല്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. ഭരണഘടനയുടെ 4-ാം അനുച്ഛേദമുണ്ട്. നിങ്ങൾ ആ 4-ാം അനുച്ഛേദത്തിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന ഭാഗം മാത്രമാണ് കണ്ടതെങ്കിൽ അതിന്റെ മുന്നിലും പിന്നിലുമായിട്ട് ചില ഭാഗങ്ങളുണ്ട്. എല്ലാം പറയാൻ ഇവിടെ സമയമില്ല. ആർട്ടിക്കിൾ 51 എഫ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കമ്പോസിറ്റ് കൾച്ചർ. രാജ്യത്തിന്റെ ഉത്തരവാദിത്തം പറയുകയാണ്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ടു വാല്യൂ ആൻഡ് പ്രിസർവ് the rich heritage of our composite culture. നമ്മുടെ ഈ മനോഹരമായ ഈ ഒരു സംസ്കാരമുണ്ടല്ലോ, നമ്മുടെ ഒരു പൈതൃകമുണ്ടല്ലോ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തിന്റെ മഹത്വവും മാനദണ്ഡവും അത് ഉയർത്തിപ്പിടിക്കാൻ രാജ്യത്തിന്റെ ഗവൺമെന്റിന് ഒരു ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്തമുള്ള ഭരണാധികാരിയാണ് പറയുന്നത്, സമരം ചെയ്യുന്ന ആളുകളെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാമെന്നത് നമ്മൾ നോക്കണം. പ്രിയപ്പെട്ടവരെ, നാം 5 നമുക്കഞ്ച് എന്നതാണ് മുസ്ലിം സമുദായത്തിന്റെ നിലപാടെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ പറയുകയും, ഗോത്ര കലാപം എന്ന ആസൂത്രിതമായ ഒരു ട്രെയിൻ കത്തിക്കലിനെ തുടർന്ന് രാജ്യത്തെ ഒരു വിഭാഗത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിതമായ ഒരു ജനോസൈഡ്, ഒരു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ഒരു ഭരണാധികാരിയിൽ നിന്ന് നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നു എന്നല്ല, നമ്മൾ മാന്യത പ്രതീക്ഷിക്കുന്നു എന്നല്ല അർത്ഥം. എന്നാലും ഈ പറയുന്ന തരം താഴ്ന്നു പോകുന്നതിനും ഒരു പരിധി വേണ്ടേ എന്നതാണ് നമ്മൾ ആശങ്ക, നമ്മളെ സംശയം അവിടെയാണ്. ഞാൻ എന്റെ സംസാരം കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സിഎക്കെതിരെയുള്ള ഈ ഒരു ശക്തമായ പോരാട്ടം, സിറ്റിസൺ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും അതുപോലെ NRCക്കെതിരെയുള്ള പോരാട്ടം കേരള ഗവൺമെന്റിനോട് കൂടി പറയണം. കേരളത്തിൽ NPR നടപ്പിലാക്കാനുള്ള വിജ്ഞാപനം ഗവൺമെന്റ് പുറത്തിറക്കി കഴിഞ്ഞു. ഒരു ഭാഗത്ത് NRCക്കെതിരെ സമരം ചെയ്യുമ്പോ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെ NPRന്റെ ഉത്തരവിറക്കുന്നു എന്നത് തീർത്തും വൈരുദ്ധ്യമാണ്, വലിയൊരു ഐറണിയാണ്. എന്തുകൊണ്ടെന്നാൽ NPR എന്ന് പറയുന്ന നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് NRC വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടവും വീട്ടിലേക്ക് കയറി വരുമ്പോ ഞങ്ങൾ ഫാസിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് കയറി വരില്ല. അവർ ഇടയിലൂടെയാണ് കയറുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം NPR ആദ്യം ഉണ്ടാക്കണം. NPRൽ നിന്ന് NRC കരട് ലിസ്റ്റ് തയ്യാറാക്കണം. NRCയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർക്ക് വേണ്ടിയാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. കേരള ഗവൺമെന്റ് പിന്നോട്ട് പോകണം. NPRന്റെ അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളിൽ നിന്ന് ഈ സമരങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് പിന്നോട്ട് പോകണം. അത് വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബില്ലുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മുസ്ലിം സമുദായത്തെ പറ്റിയാണ് സംഘപരിവാറിന് ആശങ്കയുള്ളതെങ്കിൽ മുസ്ലിം സമുദായത്തെ ഈ രാജ്യത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം എന്നതാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. പറന്നത് ഈ നാട്ടിലാണെങ്കിൽ, ജീവിച്ചത് ഈ നാട്ടിലാണെങ്കിൽ, അന്തസ്സോടുകൂടെ ഈ മണ്ണോട് ചേരാൻ പ്രതിജ്ഞ ചെയ്തവരാണ് ഞങ്ങള്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഈ ജനതയുടെ ദേശക്കൂറിയിൽ സംശയമുണ്ടെങ്കിൽ ഒരു പിടി മണ്ണ് കാലിനടിയിൽ നിന്നെടുത്തൊന്ന് മൂക്കോട് ചേർത്ത് വെച്ച് നോക്കണം. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പൂർവ്വപിതാക്കള് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒഴുക്കിയ വിയർപ്പിന്റെ ഗന്ധം നിങ്ങൾക്കറിയാൻ പറ്റും. ഇനിയും ഞങ്ങളെ ദേശക്കൂറിയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ മണ്ണൊന്നെടുത്തിട്ട് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ പഴയ തലമുറ ഈ രാജ്യത്തിന് വേണ്ടി ചിന്തിയ രക്തചാലുകളുടെ ഗന്ധം നിങ്ങൾക്ക് ആസ്വദിക്കാനാകും. നമ്മുടെ പാരമ്പര്യത്തെ പറ്റി എന്റെ പ്രിയപ്പെട്ടവരെ, ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് ഗാന്ധിജി പോകാൻ പറഞ്ഞപ്പോ ഡോക്ടർമാര് പോകരുത് എന്ന് പറഞ്ഞപ്പോഴും മൗലാന മുഹമ്മദ് അലി കടന്നു ചെന്നു. ജോർജ് ഭൂപൻ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ്
ഗവൺമെന്റിന്റെ സർവാധികാരങ്ങളോടുകൂടെ ഇരിക്കുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അന്നത്തെ അധിപന്റെ മുഖത്ത് നോക്കിയിട്ട് I would prefer to die in a foreign country so long as it is a free country. If you don't give us freedom in India, you have to give me a grave here. ഇത് പറഞ്ഞ മൗലാന മുഹമ്മദ് അലിയുടെ പിൻതലമുറയാ നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. ദേശസ്നേഹം ഒരാളുടെ മുമ്പിൽ തെളിയിക്കേണ്ട ബാധ്യതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കൊടും തീവ്രവാദികളെ കൊണ്ടുപോയിട്ട് പാർലമെന്റിനകത്തിരുത്തിയവർ നമ്മളോട് ദേശക്കൂറിനെ പറ്റി ചോദിക്കുകയാണോ? നിങ്ങൾ ദേശക്കൂറ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോടത് പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് തിരിച്ചു പറയേണ്ടത്. ഞങ്ങളെ പൗരന്മാരായിട്ട് കാണാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങളെ ഒരു ഗവൺമെന്റ് ആയിട്ട് കാണാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ കനയ്യകുമാറിന്റെ വാക്കുകള് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. If you don't give us freedom in India, എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൈക്കുമ്പിളിൽ വാങ്ങിക്കൊണ്ട് പോകാനാ ഞാൻ ഇവിടെ വരെ കടൽ കടന്നു വന്നത്. നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകണ്ട. ഈ സ്വതന്ത്ര നാട്ടിൽ എനിക്ക് 6 അടി മണ്ണ് നൽകണമെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ലാഹോറിലെ ജയിലിലേക്ക് ബി ഉമ്മ എന്ന് പറയുന്ന വയസ്സായ ഉമ്മ, ആ ഉമ്മയെ പറ്റി ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മാതാവ് എന്നാണ് പറഞ്ഞത്. ബി ഉമ്മ കടന്നു ചെന്നു. ലാഹോറിലെ ജയിലിൽ ജ്യേഷ്ഠനും അനുജനും കിടക്കുന്നുണ്ട്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അവരെ സന്ദർശിച്ചതിന് ശേഷം ബി ഉമ്മ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കണ്ടിട്ടുള്ള ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ 20ാമത്തെ വയസ്സിൽ വൈദവ്യം ഏറ്റെടുക്കേണ്ടി വന്നപ്പോഴും സ്വന്തം മക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഉന്നത വിദ്യാഭ്യാസം നൽകി സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് അന്തസ്സോടെ അവരെ പറഞ്ഞയച്ച ഞങ്ങളുടെ ഉമ്മ അവരെ ലാഹോറിലെ ജയിലിലേക്ക് ചെന്നിട്ട് ആ മക്കളോട് പറഞ്ഞത് മക്കളെ, കഴുമരമാണ് നിങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്നതെങ്കിൽ അധികാരം ഇന്നത്തെ ഗവൺമെന്റ് ബ്രിട്ടീഷുകാരന് കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കഴുമരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും അവന്റെ കയ്യിൽ നിന്ന് അവസാനത്തെ തുള്ളി വെള്ളം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കരുതേ എന്ന് പറഞ്ഞ ഭീയുമ്മയുടെ പിൻതലമുറയാ ഞങ്ങള്. ഇനിയും പറയാൻ ഒരുപാടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാടുണ്ട്. അതുകൊണ്ട് വ്യർത്ഥമാണ് പേടിപ്പിക്കല്, ഭീതി വിതക്കലാണ് ഫാഷിസത്തിന്റെ തന്ത്രം. ഫാഷിസം നിലനിൽക്കുന്നത് ഭീതിയിലാണ്. ആളുകളെ പേടിപ്പിക്കും. നിങ്ങൾ പേടിപ്പിക്കുന്നത് പലരെയും പേടിപ്പിക്കുന്നത് പോലെ ഈ ഉമ്മത്തിനെ പേടിപ്പിക്കാമെന്നത് വെറുതെയാണ്. ആ മോഹം വ്യാമോഹം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ദിനോസറുകൾ കൊണ്ടുവന്ന നിയമം കാണുമ്പോ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? തൂഫാൻ വരുന്നു എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് പേടി തോന്നുകയാണോ? ഇളകിയാടുന്ന കടലും ആ കടലിലെ കപ്പലും ആ കപ്പലിലെ യാത്രക്കാരനും എല്ലാം നീ തന്നെയാണ്. എല്ലാം നീ തന്നെയാണ്, എല്ലാം നീ തന്നെയാണ്. വഴിയിലെ പ്രയാസങ്ങള് അല്ലെങ്കിലും ആലോചിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ജീവിതം ഹൈറാകുന്ന കാലത്തോളം ജീവിപ്പിക്കണേ തമ്പുരാനെ. മരണം ഹൈറാകുമ്പോ മരിപ്പിക്കണേ എന്ന് പറയുന്ന മുഅ്മിനെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ പഠിപ്പിക്കാനാകുക? എങ്ങനെയാണ് പഠിപ്പിക്കാനാവുക? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഖളായിൽ വിശ്വസിക്കുന്ന ഈ ഉമ്മത്തിന് വന്നുപെട്ടതും ഇനി വരാനിരിക്കുന്നതും ഏകനായ ഈ ഭൗമഗോളങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന നാഥനായ റബ്ബിന്റെ നിയതമായ നിയമമല്ലാതെ ഭൂമിയിൽ മറ്റൊന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആ ഈമാനെ നെഞ്ചകത്ത് കൊണ്ട് നടക്കുന്ന ഒരു ജനത എന്തിനാ പേടിക്കേണ്ടത്? ഈമാനെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം, ഈമാൻ ഉയർത്തിപ്പിടിക്കണം. തഖ്വയിലേക്ക് നമ്മൾ മടങ്ങണം. ഈമാൻ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഈമാൻ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഉന്നതർ, നമ്മൾ തന്നെയാണ്. ഓരോന്നായിട്ട് വന്നതാണ്. നോട്ട് നിരോധനം വന്നു. അപ്പ പറഞ്ഞതെന്താ? കള്ളപ്പണം മുഴുവൻ രാജ്യത്തേക്ക് വരും. ഉള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇല്ലാത്തവന് കൊടുക്കും. അന്ന് മൗനം പാലിച്ചവരുണ്ടായിരുന്നു, അന്ന് കൂടിയവരുണ്ടായിരുന്നു, അന്ന് സിന്ദാബാദ് വിളിച്ചവരും അന്ന് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിച്ചവരുണ്ടായിരുന്നു.
കാലം കഴിഞ്ഞ് പോക്കറ്റ് കാലിയായപ്പോഴാണ് രാജ്യത്തിന്റെ ഭരണാധികാരികള് കൊള്ളക്കാരും പോക്കറ്റടിക്കാരുമാണെന്ന് അവര് തിരിച്ചറിഞ്ഞത്. ഓരോന്നും അങ്ങനെയാ വന്നത്. മുത്തലാഖ് വന്നപ്പോ മുത്തലാഖ് നിയമം രാജ്യത്തെ ഒരു സമുദായത്തിലെ ആണുങ്ങളെ മാത്രം ക്രിമിനൽ വൽക്കരിക്കുന്ന ഒരു നിയമം, സിവിൽ റൈറ്റിൽ മാത്രം പെടുന്ന, സിവിൽ മാറ്റേഴ്സിൽ ഇടപെടുന്ന വിവാഹം എന്ന് പറയുന്ന വിഷയത്തെ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് രാജ്യത്തെ മുസ്ലിം സമുദായത്തിലെ ആണുങ്ങളെ മാത്രം ക്രിമിനൽ കുറ്റവാളികളാക്കുന്ന ഒരു നിയമം വന്നപ്പോ പലരും മിണ്ടാതിരുന്നു. അവരൊന്നും പറഞ്ഞില്ല. എന്തേ മിണ്ടാതിരുന്നത്? ഇത് മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമാണല്ലോ, ഇത് മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമാണല്ലോ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ഓരോന്ന് വന്നപ്പോ അത് അവരുടേതാണെന്ന് വിചാരിച്ചു മാറി നിന്നു. അവസാനം രാജ്യത്തിന്റെ സകലമാന സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പോലും നിഷേധിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് രാജ്യം തെരുവിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവെന്ന് പറയുന്നത് താൽക്കാലികമായ ഒരിടത്താവളം മാത്രമാണ്. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഈ ദുനിയാവിൽ വർത്തിക്കേണ്ടത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നീ ദുനിയാവിൽ കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെയാണ് കഴിയേണ്ടത്. സകലമാന സൗഖ്യത്തോടുകൂടെ സ്വച്ഛന്തമായി ഈ ഭൂമിയിൽ വാണരുളാം എന്ന നീയത്തോടുകൂടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതല്ല. വെറും കയ്യോടെ വന്നതാണ്, ഒന്നുമില്ലാതെ വന്നതാണ്. ഔ ആബിറു സബീൽ, പരിശുദ്ധ പ്രവാചകരെ പഠിപ്പിക്കുകയാ. അല്ലെങ്കിൽ നീ ഒരു കേവലം യാത്രക്കാരനെ മാത്രമാണ്. നീ നിന്നെ കണക്ക് കൂട്ടേണ്ടത് ഖബറാളികളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കഴിയുന്ന കോടാനകോടി മനുഷ്യരുണ്ട്. അവരോടൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ചെന്ന് ചേരേണ്ടവരാണ്. അതിനിടയിൽ മുദ്ദഈ ലാഖ് ബുരെ ചാഹേ തോ ക്യാ ഹോതാ ഹേ, മുദ്ദഈ ലാഖ് ബുരെ ചാഹേ തോ ക്യാ ഹോതാ ഹേ. ശത്രു പലതും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടാവും. നമ്മളൊക്കെ വിട്ടെറിഞ്ഞു പോകുമ്പോ സകലതും കൈക്കലാക്കാമെന്നും എല്ലാ സൗഖ്യങ്ങളും വാരി പുണർന്ന് സ്വച്ഛമായിട്ട് ഇവിടെ ജീവിക്കാമെന്ന് വഹി ഹോതാ ഹേ ജോ മൻസൂർ ഖുദാ ഹോതാ ഹേ. അല്ലാഹ് തീരുമാനിച്ചതല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നവർ മാത്രമാണ്. അതിനിടയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഈമാനൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോഴും രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ ഒരു തരി നിഷേധിക്കാൻ, ഒരു തരി ഭരണഘടനാ അവകാശം ആരെങ്കിലും കൈയിട്ട് വാരാൻ വന്നാൽ ആ കൈ പിടിച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിലൊരു സംശയവുമില്ല. അഹിംസ എന്ന മാർഗത്തിലൂടെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാത്മാഗാന്ധിക്ക് 100 കോടിയോളം വരുന്ന ജനത അധിവസിക്കുന്ന ഇതിഹാസങ്ങളുടെ പുരാണങ്ങളുടെ ഈ മണ്ണിനെ വിമോചിപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ ആ പാത പിന്തുടരുന്നവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഭയത്തിന്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ഫാഷിസത്തിന്റെ ഈ ദ്രംഷ്ടങ്ങളിൽ നിന്ന് രാജ്യത്തെ വിമോചിപ്പിക്കുക എന്നത് അത്ര വലിയ ശ്രമകരമായ ദൗത്യമൊന്നുമല്ല. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഏതുപോലെ നിൽക്കണം? 1949 ഭരണഘടനയുടെ ആമുഖത്തിൽ in our constituent assembly this 26th day of November 1949, 1949 നവംബർ 26 ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ എഴുതി ഒപ്പിട്ട ഒരു ഭാഗമുണ്ട്. We the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. നാം ഭാരതീയർ മതത്തെ പറഞ്ഞിട്ടില്ല, മതങ്ങൾ രാജ്യത്തെ കലാപം ഉണ്ടാക്കിയിട്ടില്ല, മതങ്ങൾ പരസ്പര കലാപം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഇന്ത്യയുടെ മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള മണ്ണാണ്. ചിസ്തി ने जिस जमीन में पैगाम हक सुनाया, नानक ने जिस चमन में वहदत का गीत गाया, जिसने हिजाजियों से दश्ते अरब छुटाया, मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है. അല്ലെങ്കിലും നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന്റെ അഭിമാന സ്മാരകങ്ങൾ മുഴുവനും തീർത്തതാരാ? ഈ സമുദായത്തിൽപ്പെട്ടവരാണ്. ആരുടേതാണ് താജ്മഹൽ? ആരുടേതാണ് റെഡ് ഫോർട്ട്? ആരുടേതാണ്? ഓരോന്നായിട്ട് രാജ്യം ലോകത്തിന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന സ്മാരകങ്ങള് നമ്മൾ അതിന്റെ കണക്ക് പറയാൻ വേണ്ടിയല്ല. ഈ മണ്ണോട് നമ്മൾ എത്രമേൽ ചേർന്ന്
വർഷം ഡക്കാന് മുതൽ കാബൂൾ വരെ അതിവിശാലമായ മുസ്ലിങ്ങൾ ഭരിച്ച നാടുകള് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അവരാരും രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ നോക്കിയിട്ടില്ല. ബ്രിട്ടീഷുകാരൻ 200 വർഷം ഈ രാജ്യത്തെ ഭരിച്ചപ്പോഴും പലവിധ തോന്നിയാസങ്ങൾ ചെയ്തപ്പോഴും ഈ രാജ്യത്തിന്റെ ആത്മാവ് തകരാതെ കടന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, 70 വർഷത്തെ ഈ പോരാട്ടങ്ങൾക്കൊടുവിൽ നമ്മൾ കീഴടങ്ങേണ്ട ഒരു ഗതി വരരുത്. ബാംഗ്ലൂരിൽ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരൻ, രാജ്യമാദരവോടുകൂടെ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള ചരിത്രകാരൻ, ഈ രാജ്യം എണീറ്റ് നിൽക്കേണ്ട ഏറ്റവും ഉന്നതരായ പൗരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെയാണ് പോലീസ് നടു റോട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വലിച്ചഴച്ചു കൊണ്ടുപോയത്. അദ്ദേഹം സംസാരിച്ചത് ഭരണഘടന സംരക്ഷിക്കുന്നതിനെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യയെ പറ്റി പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ ശരിയായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തോളം, ഇന്ത്യയിൽ ഭരണഘടന നൽകുന്ന ഈ അവകാശങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, ആ കാലത്തോളം ഇന്ത്യയെ തകർക്കാൻ ഒരു ശക്തിക്കും ആവില്ല എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വാ തുറക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയാണ്, ശബ്ദിക്കുന്നവരെ മുഴുവനും വെടിവെച്ച് വീഴ്ത്താമെന്ന് ഗവൺമെന്റ് വിചാരിക്കുകയാണ്. എതിർക്കുന്നവരെ കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. കൂട്ടമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ പോലും, ഏറ്റവും വലിയ കോമഡി 21ാം നൂറ്റാണ്ടിന്റെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് പ്രചരണം നടത്തുന്നവർ തന്നെയാണ് രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ അടക്കം വിച്ഛേദിക്കുന്നത് എന്നത് വലിയ കോമഡിയാണ്. കശ്മീരിന്റെ പ്രശ്നം നമ്മൾ കണ്ടു. ഞാൻ ഇനി ഒന്നും പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സകലമാന തിന്മകളോടുകൂടെ ഫാഷിസം അതിന്റെ രൗദ്രഭാവത്തിലേക്ക് പോകുമ്പോ നമ്മൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ചരിത്രത്തിലെ ഏകാധിപതികളെ പറ്റി മാത്രമാണ്. ചരിത്രത്തിലെ ഏകാധിപതികളുടെ ആസന്നമായ ഏറ്റവും അനിവാര്യമായ ഒരു പതനമുണ്ട്. അവസാനമായിട്ട് ബങ്കറിനകത്ത് കിടക്കുമ്പോ സയനൈഡ് ഗുളിക കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയോട് അഡോൾഫ് ഹിറ്റ്ലർ ചോദിച്ചിരുന്നു പത്രേ, ഇത് സയനൈഡ് ഗുളിക തന്നെയാണോ എന്ന്. ആ ഗുളിക കഴിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ സംശയം മാറിയിരുന്നില്ല. അതുകൊണ്ട് കയ്യിലെ തോക്കുകൊണ്ട് തലയുടെ ഇടത് ഭാഗത്തേക്ക് കാഞ്ചു വലിച്ച് ജീവൻ ഒടുക്കിയതാണ് ഹിറ്റ്ലർ. ലോക ചരിത്രത്തെ വിറപ്പിച്ച ഒരു ജനതയെ മുഴുവനും വംശീയമായ ഉന്മൂലനത്തിന് വേണ്ട എല്ലാ കശാപ്പും ചെയ്ത ഒരു ചരിത്രത്തിലെ ഏകാധിപതി അവസാനം ഇടത് ഭാഗത്തെ തലയോട്ടിയിൽ ഓട്ട വീണ ഒരു ശവശരീരം മാത്രമായിരുന്നുവെങ്കിൽ ഇറ്റലിയെ വിറപ്പിച്ച മുസോളിനി ചരിത്രത്തിന്റെ ആത്യന്തികമായ നിയമം, ആത്യന്തികമായ നീതി ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ ഏകാധിപതികളെയും ചരിത്രം കാത്തുവച്ചിരിക്കുന്നത് മറ്റൊന്നായിരിക്കില്ല എന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഭരണഘടനയിൽ എല്ലാ അവകാശങ്ങളും എഴുതി വെച്ച അംബേദ്കർ തന്നെ അവസാനം ഒരു വാക്ക് പറഞ്ഞു, സോവറിറ്റി ഈസ് ഓൾവേസ് ലിമിറ്റഡ്. എന്റെ പ്രിയപ്പെട്ട മോദിയും അമിത്ഷയും മനസ്സിലാക്കണം, നിങ്ങളെ കയ്യിൽ പാർലമെന്റിലുള്ള മൃഗീയ ഭൂരിപക്ഷം ഉണ്ടല്ലോ, അത് ലിമിറ്റഡ് ആണ്. അതിന് ചില പരിമിതിയുണ്ട്. സോവറിറ്റി ഈസ് ഓൾവേസ് ലിമിറ്റഡ്, നോ മാറ്റർ ഈവൻ ഇഫ് യു അസർട്ട് ദാറ്റ് ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അസാധ്യമായ അനന്തമായ അധികാരങ്ങളാണ് കയ്യിൽ വന്നതെന്ന്. എന്നാൽ because sovereignty in the exercise of power must reconcile itself to the sentiments of different communities. എത്ര വലിയ അധികാരം ഉണ്ടെങ്കിലും എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടല്ലാതെ ഒരു അധികാരത്തിന് മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെ ഒരു ഇൻക്ലൂസീവ്നെസ് ആണ് ഇന്ത്യയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച എക്സ്ക്ലൂസീവ്നെസ്സിലേക്ക് ചിലരെ പുറത്താക്കാമെന്നും ചിലരെ കൊണ്ടുപോയിട്ട് കടലിൽ തള്ളാമെന്നൊക്കെ വിചാരിക്കുമ്പോ തകരുന്നത് ഈ രാജ്യമാണ്. നമ്മുടെ പൂർവ്വപിതാക്കള് ചോര കൊടുത്ത് നേടിയെടുത്ത രാജ്യം, ആ രാജ്യമാണ് തകർന്ന് തരിപ്പണമാകുന്നത് എന്ന് വേദനയോടുകൂടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ആത്യന്തികമായി ഇവിടെ തടിച്ചുകൂടിയ ഈ പൗരസമൂഹത്തോട് പറയാനുള്ളത്, ഇന്ത്യയുടെ ഭരണകൂടം ഇന്ന് നടത്തുന്നത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ എങ്ങനെ നമ്മൾക്ക് ചെറുത്തു തോൽപ്പിക്കാനാവും? പൗരധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിലൂടെയാണ്. നമ്മൾ സമാധാനപരമായ സാധ്യമാകുന്ന വഴിയിൽ ഇന്ന്
ഇന്നത്തെ ഈ സായന്തനത്തിലെ നന്മയുടെ ഈ ഒരു കൂട്ടായ്മ കൊണ്ട് പോരാട്ടം അവസാനിപ്പിക്കാൻ പാടില്ല. എന്തു വലിയ നഷ്ടങ്ങൾ വന്നാലും നമ്മൾ ഈ പോരാട്ടത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടത്തിന്റെ പാരമ്പര്യം പുത്തിരിയല്ല എന്നത് ഒരു ചരിത്രപരമായ സത്യമാണ്. യൂറോപ്പിന്റെ വാതിലിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പട നയിച്ച് കപ്പലിലേക്ക് കടന്നു വന്ന 20 വയസ്സ് പ്രായമുള്ള താരിഖ് ഇബ്നു സിയാദ് എന്ന ചെറുപ്പക്കാരൻ കരയിലേക്ക് ഇറങ്ങിയപ്പോ മുന്നിൽ പാരാവാരം പോലെ വലിയ സൈന്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്. താരിഖ് ഇബ്നു സിയാദ് അനുയായികളോട് പറഞ്ഞത് കപ്പല് കത്തിക്കാനാണ്. കപ്പല് കത്തിക്കാൻ ചീറി മുറിച്ച് ആർത്തിരമ്പുന്ന കടല് കടന്നു വന്ന കപ്പല്, ആ കപ്പല് കത്തിക്കാനോ? അനുയായികൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി. താരിഖ് ഇബ്നു സിയാദ് പറഞ്ഞു കപ്പല് കത്തിക്കണം. കപ്പൽ കൂട്ടം ഒന്നായിട്ട് കത്തിച്ചു. എല്ലാം കത്തിച്ചതിന് ശേഷം സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് താരിഖ് ഇബ്നു സിയാദ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അൽ അദുവ്വു മിൻ അമാമികും, നിങ്ങളെ മുന്നിൽ കാണുന്നത് ശത്രുക്കളാണ്. വൽ ബഹ്റു മിൻ വറായികും, നിങ്ങളെ പിറകിലുള്ളത് കടലാണ്, അലകടലാണ്. ഒന്നുകിൽ നമ്മൾ ഇവിടെ പോരാടി മരിക്കും, നമ്മൾ അല്ലെങ്കിൽ ജയിക്കും. ജയിച്ചാലും സ്വർഗമുണ്ട്, മരിച്ചാലും സ്വർഗമുണ്ട്. ജയിച്ചാലും സ്വർഗമുണ്ട്, മരിച്ചാലും സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത. താരിഖ് ഇബ്നു സിയാദ് ആ സൈന്യത്തെ ചെറുത്തു തോൽപ്പിച്ച് മധ്യകാല യൂറോപ്പിന് നാഗരികതയുടെ വെളിച്ചം, ലോകത്തെ നന്മയുടെ മാനവിക മൂല്യങ്ങളുടെ വെളിച്ചം കൈമാറിയത് ആ ഇസ്ലാമിക സമൂഹമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യക്കും പറയാനുണ്ട് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ചരിത്രം. ഞാൻ അങ്ങനെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആഗ്ഹേ ഔലാദ ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, പ്രിയപ്പെട്ടവരെ പേടിക്കാനൊന്നുമില്ല. എത്ര വലിയ അഗ്നികുണ്ഡമൊരുക്കാൻ ഏതു വലിയ നമ്രൂദുമാരുണ്ടെങ്കിലും ആഗ്ഹേ ഔലാദ ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ഫിർ ക്യാ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. നമ്രൂദുമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വലിയ അഗ്നികുണ്ഡമൊരുക്കാൻ നിങ്ങൾ സജ്ജരാണെങ്കിൽ ആ അഗ്നികുണ്ഡങ്ങളെ താണ്ടി വന്ന ഇബ്രാഹിമി പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാണ് മാത്രമാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദഇഫു, മർദിത ജനതയുടെ കയ്യിലേക്ക് എല്ലാ അധികാരങ്ങൾ കൊടുക്കാനും വനജഅലുഹുൽ അഇമ്മ, അവരധികാരികളും ഈ ഭൂമിയുടെ അനന്തരാവകാശികളുമാക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്ന പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം നമ്മൾക്ക് പ്രചോദനമാകട്ടെ. ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ലോകത്തെ ഉന്നതമായ പാരമ്പര്യമുള്ള രാജ്യത്തിന്റെ ഈ ജനാധിപത്യ മതേതര സങ്കല്പങ്ങള് തച്ചുടക്കാൻ വരുന്ന ശക്തികൾക്കെതിരെ സന്ധിയില്ലാ സമരങ്ങൾ നടത്താൻ, പോരാട്ടങ്ങൾ നടത്താൻ ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മ എല്ലാ അർത്ഥത്തിലും ആവേശം പകരുന്നതാവട്ടെ. പഠിച്ച കോളേജിന്റെ പേരോ കയ്യിൽ കിട്ടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോ കൂടെ പഠിച്ച ഒരാളെ പോലും കാണിക്കാനോ പറ്റാത്ത ഭരണാധികാരി രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളോട് പൗരത്വത്തിന്റെ രേഖ ചോദിക്കാൻ വന്നാൽ പോയി പണി നോക്കണ എന്ന് മാത്രമേ ഈ ഉമ്മത്തിന് പറയാനുള്ളൂ, ഈ രാജ്യത്തിന് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.